യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഓഗസ്റ്റ് 15 വാദപ്രതിവാദങ്ങളുടെ ദിവസമാണ്. അമേരിക്ക പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് എന്ന പ്രദേശത്തെ തങ്ങളുടെ തന്നെ ഒരു പ്രദേശമായി ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നടക്കുമെന്നാണ്. ഇത് പറയുന്നത് ട്രംപ് തന്നെയാണ്. എന്നാൽ ഇതിനെ ശക്തമായി ഈ വാദത്തെ തത്സമയം നിരാകരിച്ചുകൊണ്ട് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഡെപ്യൂട്ടി മന്ത്രിയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റേതായിരുന്നു, ഇറാൻ്റേതാണ്, ഇനിയും ഇറാൻ്റെ തന്നെയായിരിക്കും. ഒരു കാലഘട്ടത്തിലും ഇതിലൊരു വ്യത്യാസം വരില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കണം എന്നാണ് ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. ഒരു ട്വീറ്റ് മെസ്സേജ് കൊണ്ടോ ഒരു പ്രഖ്യാപനം കൊണ്ടോ ഒരു എയർക്രാഫ്റ്റ് കാരിയർ വന്നതുകൊണ്ടോ അവിടെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നുകൂടി ട്രംപിന് മുന്നറിയിപ്പെന്ന രൂപത്തിൽ ഇറാൻ ഇതിന് മറുപടിയായി നൽകുകയാണ്. മാത്രമല്ല, ഇറാൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായി ഇന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയും പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമേ എടുത്തിട്ടില്ല എന്നാണ്. തങ്ങൾ തീരുമാനിച്ചാലല്ലേ ഒരു ചർച്ച നടക്കൂ. അങ്ങനെ ഒരു തീരുമാനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. ഇതിനൊക്കെ മറുപടിയായി അമേരിക്ക ഒന്നുകൂടി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, കൂടുതൽ ഉപരോധം ഇറാനുമേൽ അമേരിക്ക എന്താ കൊണ്ടുവരാൻ പോവുകയാണ്. അത് അമേരിക്കയുടെ ട്രഷറി ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ മൊത്തം താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഹോർമൂസിലൂടെ ഒരു കപ്പലും കടന്നു പോകണ്ട എന്ന് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും ഇത്തരത്തിൽ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇന്ന് രാവിലെ മുതൽ വാദപ്രതിവാദങ്ങളുടെ ദിവസം എന്നതുപോലെയായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുറച്ച് ദിവസമായി പറഞ്ഞു കേട്ടിരുന്നൊരു കാര്യത്തിൽ ഇന്നതാ ഒരു തീരുമാനം വന്നതുപോലെ ഒരു വ്യക്തമായൊരു ചിത്രം കിട്ടിയിരിക്കുന്നു. അറബിക്കടലിൻ്റെ ഓരത്ത് ഹോർമൂസിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിലായി ഒമാൻ കടലിൻ്റെയും ഒക്കെ ഭാഗത്തായി കിടക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വിമാനവാഹിനി യുദ്ധക്കപ്പൽ, അതിലെ ജീവനക്കാർ 5000-ഓളം, ആ ജീവനക്കാരെല്ലാം നിരാശരാണ്. അവരുടെ മൊറയിൽ വളരെ താഴ്ന്നിരിക്കുന്നു. അവർ എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും ഒരു തീരുമാനം അമേരിക്ക എടുത്തു, അവരെല്ലാവരെയും അടിയന്തരമായി തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ ധാരണയായിട്ടുണ്ട്. അത് വന്ന വാർത്തകളെ ചുറ്റിപ്പറ്റിയാണെങ്കിലോ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ടാണെങ്കിലോ എന്താണെങ്കിലും തിരക്കേടില്ല. ഇതൊരു പ്ലാൻഡ് റൊട്ടേഷനാണ് എന്നത് മാത്രമാണ് അമേരിക്ക പറയുന്നത്. ആസൂത്രിതമായിട്ട് ആളുകളെ വീണ്ടും മാറ്റി മാറ്റി കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ നയ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരികെ ഈ കപ്പൽ കൊണ്ടുപോകുന്നത് എന്നാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. നാവികരുടെ സുരക്ഷയും അവരുടെ മറ്റ് സേഫ്റ്റി കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളും അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം യുദ്ധത്തെക്കാൾ എന്ന അർത്ഥത്തിലും അമേരിക്ക ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഈ യുദ്ധത്തിനിടെ 3 ഇറാനിയൻ പൈലറ്റുമാർ ഖത്തറിൽ പിടിക്കപ്പെട്ടിരുന്നു. ഒരു SU-24 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിൽ നിന്ന് അവർ ചാടിയിറങ്ങിയ സാഹചര്യത്തിലാണ് അവരെ ഖത്തർ പിടിച്ചു വച്ചിരിക്കുന്നത്. അവരെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ നടപടി ആരംഭിക്കും എന്ന വിധത്തിലുള്ളൊരു പുതിയ ഭീഷണിയുടെ സ്വരത്തിലുള്ള റിപ്പോർട്ടും വന്നിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്ന്. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.